സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആയപ്പോൾ ഒന്നും കണ്ടിട്ടുണ്ടായില്ല. കാരണം കുറേ ആയില്ല. കാരണം എന്താ വെച്ചാൽ വേറെ എന്താ പറയുന്നത് അതെങ്ങനെയാണ് ഞാൻ ചുമ്മാ ഇങ്ങനെ വെറുതെ എടുത്ത് നോക്കിയപ്പോഴേക്കും 1.1 അങ്ങനെ എന്തോ സബ്സ്ക്രൈബ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആ സംഭവം അല്ലേ അങ്ങനെയായിരുന്നു. അപ്പൊ എന്റെ യൂട്യൂബ് സ്റ്റുഡിയോ പോയി 1100 സംതിങ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയി. അയ്യോ 1000 സംതിങ് ആയോ. കാരണം വെച്ചാൽ ഞാൻ വിചാരിച്ചിട്ടില്ല 1000 ആവുന്നു. ഇപ്പഴേ 600 അത്രയ്ക്ക് എത്തിയത് ഞാൻ കണ്ടായിരുന്നു. അന്നേരം ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് നോക്കുമായിരുന്നു എത്രയെന്ന് നോക്കണേ. അത് എല്ലാവർക്കും ഉള്ള ശീലമാണല്ലോ. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മറ്റൊരു സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടില്ലേ, അതിനുശേഷമാണ് സബ്സ്ക്രൈബേഴ്സ് കൂടി. അപ്പൊ ഞാൻ അതിന്റെ ഒരു അനലിറ്റിക് എടുത്ത് നോക്കിയപ്പോൾ അതിനുശേഷമാണ് കൂടിയത്. കാരണം അതിന്റെ വ്യൂസ് 9 സംതിങ് ലാക്കായി, സബ്സ്ക്രൈബേഴ്സ് 1000 സംതിങ് എന്തോ അതിൽ കയറി. പിന്നെ അതുപോലെ ലൈക്സും അതിന് കൂടുതലാണ്, ഷെയറും എല്ലാം അതിന് കൂടുതലാണ്. അപ്പൊ ഞാൻ ചെന്ന് പിന്നെ അതിന് ശേഷമായിരിക്കും. ഈ ഒരു ബുക്ക് കണ്ടോ, ഈ ബുക്കിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള വീഡിയോ, എത്ര സബ്സ്ക്രൈബേഴ്സ് എത്ര വ്യൂസ്. നവംബർ 20-ന് 27 സബ്സ്ക്രൈബേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനലാണ് ഞാൻ. ഫസ്റ്റ് ഷോട്ടിന് 27 വ്യൂ, 33 വ്യൂ, 152 വ്യൂ, അങ്ങനെ ഓരോ ടൈമിൽ വ്യൂ ഓരോന്ന് കൂടി ഫസ്റ്റ് വീഡിയോ തൊട്ടുള്ള ഇത് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. മൊത്തമായിട്ട് എഴുതിയില്ല, എന്നാലും ഒരു 12 വീഡിയോയുടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ലോങ് വീഡിയോ, ബാക്കിയുള്ള ഷോർട്ടും. അങ്ങനെ ഇങ്ങനെ നോക്കും, എൻ്റെ അനലിറ്റിക്സ് നോക്കും, വ്യൂസ് എത്രയായി, വാച്ച് ടൈം എത്രയായി, സബ്സ്ക്രൈബേഴ്സ് എത്രയായി, അങ്ങനെയൊക്കെ നോക്കും. അങ്ങനെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ. സൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. പിന്നെ എന്താ പറയുക, ഇതിൽ കുറേ ഉണ്ട്. ഞാൻ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വെച്ചാൽ ഇതെല്ലാം ഓരോ ഫേസ് പാക്കിന് എന്തൊക്കെ വീഡിയോ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ടൈം ആകുമ്പോഴേക്കും ഒരു 5K അത്രയെങ്കിലും ഒന്ന് എത്തണം എന്ന്. പക്ഷെ ഇപ്പൊ 2K ആവാനായിട്ടുണ്ട്, അത് വേറൊരു കാര്യം. ഞാൻ ഇതിലെഴുതിയിട്ടുണ്ട് 27/11, അതായത് കഴിഞ്ഞ കൊല്ലം 60 സബ്സ്ക്രൈബേഴ്സ്, 12 വീഡിയോ. 2025 60K സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഒരു 2K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്കുണ്ട് നല്ലപോലെ തന്നെ. പിന്നെ ഞാൻ കുറേ ഇതുണ്ട്, വാച്ച് ടൈം, സബ്സ്ക്രൈബേഴ്സ്, അത് ഇത് സ്കിൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വീഡിയോസ് ചെയ്യണം, എന്തൊക്കെ വ്ളോഗ് ചെയ്യണം, അതിൻ്റെയൊക്കെ ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് വേറെ കാര്യം. ഷോർട്സിൻ്റെ വ്യൂ, ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടോ ഉണ്ടോ, ഇതൊക്കെ എഴുതി വെക്കൂ. കാരണം എനിക്ക് ഇങ്ങനെ ആഗ്രഹം എത്ര കൂടുന്നുണ്ട്, എത്ര ആൾക്കാരിൽ എത്തുന്നുണ്ട്, ആരൊക്കെ കാണുന്നുണ്ട്, ആരൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട്, എത്ര ലൈക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഇപ്പോൾ 2K സബ്സ്ക്രൈബേഴ്സ് ആവുമെന്നുള്ളത് എനിക്കൊരു അത്ഭുതമാണ്. കാരണം വെച്ചാൽ ഞാൻ വിചാരിച്ചിട്ടില്ല 2K ആവും 1K ആവും എന്നുള്ള വിചാരിച്ചിട്ടുണ്ടായില്ല. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ തന്നെ യൂട്യൂബും സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റ ID ഞാൻ എന്തായാലും കൊടുത്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.